ഞാൻ ആ ഓർഡിനൻസ് കയ്യിൽ കിട്ടിയാൽ കീറി വലിച്ചെറിയും. രാഹുൽ ഗാന്ധി മൻമോഹൻ സർക്കാരിൻ്റെ ഒരു സുപ്രധാന ഓർഡിനൻസ് പുറത്തു വന്നപ്പോൾ പൊതുവേദിയിൽ പുച്ഛിച്ച് പറഞ്ഞതാണിത്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അമേരിക്കയിൽ ഒബാമയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോയ ദിവസം കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ കൂടിയായ രാഹുൽ തൻ്റെ സ്വന്തം സർക്കാരിനെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടിയത് മൻമോഹനെ പബ്ലിക്കായി ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ്. ഈ അഭിപ്രായ പ്രകടനം പക്ഷേ എല്ലാം സഹിക്കുന്ന മൻമോഹൻ തല താഴ്ത്തി സ്വയം തിരുത്തലിന് സമ്മതിച്ചു. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന രാഷ്ട്രീയ നേതാക്കളെ അയോഗ്യരാക്കുന്ന നിയമം റദ്ദു ചെയ്യുന്ന രീതിയിലാണ് മൻമോഹൻ സർക്കാർ ഒരു ഓർഡിനൻസ് പുറത്തിറക്കിയത്. അതും അന്നത്തെ UPA മുന്നണിയിലെ പാർട്ടികളുടെ സമ്മർദ്ദത്തിൽ. രാഹുലിന്റെ അധിക്ഷേപം സ്വീകരിച്ച മൻമോഹൻ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സർക്കാർ ഈ ഓർഡിനൻസിന്മേൽ സമ്മർദ്ദം ചെലുത്തില്ല എന്ന് പൊതുവേദിയിൽ സമ്മതിച്ചു. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിലെ സോണിയ കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ സഹിച്ചും ക്ഷമിച്ചും വിധേയമായും അനുസരിച്ചും ആയ പലതിലൊന്നാണ് രാജ്യം ഈ സംഭവത്തെ കാണുന്നത്. രാഹുൽ അധിക്ഷേപിച്ച ബിൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഉന്നത കമ്മിറ്റിയിൽ സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ അംഗീകരിക്കുകയും ശുപാർശ ചെയ്യുകയും ചെയ്ത ഒരു നിയമ നടപടിയായിരുന്നു. പാർട്ടി കമ്മിറ്റികളിൽ വിയോജിപ്പ് പറയാൻ അവസരങ്ങളുണ്ടായിട്ടും രാഹുൽ മനഃപൂർവ്വം മൻമോഹനെ അധിക്ഷേപിക്കാൻ ഒരുമ്പെട്ട് എന്ന് പ്രതിപക്ഷവും വിമർശകരും ഒരുപാട് ആക്ഷേപിച്ചു. മൻമോഹൻ പ്രധാനമന്ത്രി പദത്തിൽ സോണിയ കുടുംബത്തിന്റെ ഒരു ദാസ്യനും ഒരു കളിപ്പാവ പ്രധാനമന്ത്രിയും ആണെന്ന സ്ഥിരം ആക്ഷേപം പക്ഷെ മൻമോഹൻ സിംഗിനെ ഒട്ടും അലട്ടിയിരുന്നില്ല. മൻമോഹൻ സിംഗിന്റെ തന്നെ മാധ്യമ ഉപദേശകനായിരുന്ന സഞ്ജയ് ബാരു എഴുതിയ ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ, ഒരു അവിചാരിത പ്രധാനമന്ത്രി എന്ന പുസ്തകത്തിൽ മൻമോഹൻ സർക്കാർ നോക്കുന്ന എല്ലാ ഫയലുകളുടെയും ഒരു കോപ്പി സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു എന്ന ശ്രുതി അന്ന് കേൾക്കാനുണ്ടായിരുന്നു. പക്ഷേ ലോകസമ്മതനായ ഒരാൾ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെച്ച് സമ്പദ് വ്യവസ്ഥയിൽ ഉയർച്ച കൊണ്ടുവന്ന പ്രകടനത്തിനു മുന്നിൽ മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള പല ആക്ഷേപങ്ങളും കെട്ടടങ്ങി. 2004 കോൺഗ്രസ് വലിയ കക്ഷിയും UPA മുന്നണിക്ക് അധികാരവും കിട്ടുമ്പോൾ പ്രധാനമന്ത്രി ആരാകണമെന്ന പല ചർച്ചകളും വന്നു. കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല മുന്നണിക്ക് മൊത്തം സ്വീകാര്യനായ ഒരാളെ ആ സ്ഥാനത്ത് നിർത്തണമെന്ന സാഹചര്യം വന്നപ്പോൾ ഒരുപാട് ആശയക്കുഴപ്പവും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഉയർന്നു വന്നു. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന് പാർട്ടിയിലെ നേതാക്കൾ പലരും ആവശ്യമുന്നയിച്ചപ്പോൾ മുന്നണിയിലുള്ളവർക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. വിദേശ പൗരയായ സോണിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഫിറ്റല്ല എന്നുവരെ എതിർപ്പുകൾ ഉയർന്നു. അന്ന് രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം വാജ്പേയിയുടെ BJP ഭരണകാലം നിയോഗിക്കപ്പെട്ടത് കൊണ്ട് തന്നെ രാഷ്ട്രപതി സോണിയയുടെ പ്രധാനമന്ത്രി പദത്തോട് വിയോജിപ്പ് പറഞ്ഞു എന്നുവരെ വാർത്തയുണ്ടായിരുന്നു. സോണിയ അല്ലെങ്കിൽ കോൺഗ്രസിൽ സമ്മതനും സോണിയ കുടുംബത്തിന് വിധേയത്വവും ഒരു കാരണവശാലും അവസാനം വരെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിന് പാരയാകാൻ ഇടയുള്ള ഒരാളും ആകരുതെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. അങ്ങനെ സഞ്ജയ് ബാരുവിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് പോലെ അത്ര ആകസ്മികമല്ലെങ്കിലും ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു നാച്ചുറൽ ചോയ്സായി. ഒരു മുഴുസമയ രാഷ്ട്രീയക്കാരനോ കുശലനായ രാഷ്ട്രീയ തന്ത്രജ്ഞനോ അല്ലാത്ത മൻമോഹൻ എത്ര നാൾ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുമെന്ന ചോദ്യത്തിന് ആദ്യ ഊഴം 5 വർഷം പൂർത്തിയാക്കി വീണ്ടും പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നുവെന്ന് മാത്രമല്ല 10 വർഷവും വിഷമം പിടിച്ച ഒരു മുന്നണിയെ കൂടെ കൂട്ടി മുന്നോട്ട് പോയി എന്നതാണ് മൻമോഹന്റെ വിജയം. മൻമോഹന്റെ പ്രധാനമന്ത്രി പദത്തിൽ നിരന്തരം നേരിട്ട 2 പാരകൾ പാർട്ടിക്കും മുന്നണിക്കും ഉള്ളിൽ നിന്ന് തന്നെ ആയിരുന്നു. സോണിയാഗാന്ധിയുടെ കൈകടത്തലുകൾ സർക്കാരിനെ രഹസ്യമായും പരസ്യമായും നിയന്ത്രിക്കുന്ന വിധത്തിൽ ഉണ്ടായിരുന്നു അന്ന്. സോണിയയുടെ വിശ്വസ്തരായ ഗുലാം നബി ആസാദും P. ചിദംബരവും ഉൾപ്പെടെ കോൺഗ്രസ് വമ്പന്മാർ ഓരോ കാര്യത്തിലും മന്ത്രിസഭയ്ക്കുള്ളിൽ മൻമോഹന് തടസ്സങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇതെല്ലാം അസാമാന്യമായ ചടുലതയും നയതന്ത്രജ്ഞതയും കാണിച്ച് മുന്നോട്ട് പോയതാണ് മൻമോഹന്റെ വിജയം. പാർട്ടിക്കുള്ളിലെ സാധാരണ പ്രതിസന്ധികൾ പോരാഞ്ഞിട്ട് രാഹുൽ കോൺഗ്രസ് ഉപാധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും മൻമോഹന്റെ മുന്നിൽ സൂപ്പർ പ്രധാനമന്ത്രി ചമയുന്നതും മൻമോഹൻ സിംഗ് ഒരു പ്രശ്നമായി കണ്ടതേയില്ല. രാഹുൽ കാണിക്കുന്ന അതിമിടുക്കുകൾക്ക് പാർട്ടിയുടെ വമ്പന്മാർ ചെണ്ടകൊട്ടി താങ്ങിയപ്പോഴും മൻമോഹൻ സംയമനം കാണിച്ചു. പ്രതിസന്ധികളിൽ മൻമോഹൻ പ്രധാനമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞു പോകും എന്നുപോലും പലരും പറഞ്ഞു. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാമായിരുന്നത് ഉപേക്ഷിച്ച് ഓടി ഒളിക്കുന്നതാണെന്നും പ്രശ്നങ്ങളിന്മേൽ ചുട്ട നിലപാടുകളെടുത്ത് നിയന്ത്രിച്ചു നിർത്തണമെന്ന് മൻമോഹൻ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയായി പ്രവർത്തനം. മൻമോഹൻ സിംഗിനെ അധിക്ഷേപിക്കാൻ എതിരാളികൾ ഉപയോഗിക്കാത്ത വാക്കുകളില്ല ഇനി. വായ തുറക്കാത്ത പ്രധാനമന്ത്രിയെന്നും മൊബൈൽ ഫോൺ വിമാനത്തിൽ നിശബ്ദമാക്കുന്നതിനെ ഫ്ലൈറ്റ് മോഡ് എന്നല്ല മൻമോഹൻ മോഡ് എന്ന് പറയണമെന്ന് വരെ പരിഹസിച്ചു വച്ചു. കോട്ടിട്ട് കുളിക്കുന്ന ആൾ എന്ന് പാർലമെന്റിൽ പറഞ്ഞത് മൻമോഹനെ കോമാളിയാക്കാൻ ഉറപ്പിച്ചു തന്നെയായിരുന്നു. അനാവശ്യത്തിന് വായ തുറക്കാതെ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, പിന്നെ ആവശ്യം പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ വേറെ ഒരു ലെവലായിരുന്നു. മുന്നണിക്കുള്ളിൽ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ തന്നെ പ്രധാനമന്ത്രിയെ അനുസരിക്കാതെ
സോണിയാഗാന്ധിയുടെ ആശീർവാദത്തോടെ തന്നിഷ്ടം പോലെ ചെയ്ത അവസരങ്ങൾ ഒരുപാടുണ്ടായി. 2G സ്പെക്ട്രം അഴിമതിയിൽ രാജ നിയമം ലംഘിച്ച് നീങ്ങിയപ്പോൾ പ്രധാനമന്ത്രി കത്തയച്ച് വിലക്കി. അതിന് മറുപടിയായി രാജ മൻമോഹൻ സിംഗിനെ ധിക്കരിച്ച് തിരിച്ചടിച്ചു. തന്റെ പ്രവർത്തനത്തിൽ പ്രധാനമന്ത്രി ഇടപെടേണ്ടെന്ന് രാജ എഴുതിയത് സോണിയയുടെ ആശീർവാദത്തിലായിരുന്നുവെന്ന് പിന്നീട് കേട്ടു. മുന്നണി ധർമ്മം നടത്താൻ താൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മൻമോഹൻ സിംഗ് തന്റെ സർക്കാരിന്റെ അവസാനം തുറന്നു പറഞ്ഞു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും തന്ത്രപരമായി തെളിയിച്ചെടുത്ത മൻമോഹൻ തനിക്ക് ഏൽക്കേണ്ടി വന്ന ആക്ഷേപശരങ്ങളെ സംയമനം വഴി ഇടങ്കാലുകൊണ്ട് തൊഴിച്ചുവിട്ടു. ചരിത്രം തന്നോട് നീതി കാണിക്കും എന്ന മൻമോഹന്റെ നിലപാട് തന്നെ കല്ലെറിഞ്ഞവർക്ക് കൊടുത്ത ഒറ്റ വാക്കിലെ മറുപടിയാണ്. വിജ്ഞാനവും വിവേകവും ഒരുപോലെ കൈപിടിച്ച് ലോകത്ത് ആരും എത്തിപ്പെടാൻ മോഹിക്കുന്ന പരമോന്നത പദവികൾ ഒക്കെ ചോദിക്കാതെ അടുത്തു വന്ന മൻമോഹൻ തുളുമ്പാത്ത നിർഗുണമാണ്. വൈദ്യുതി ഇല്ലാത്ത ഗ്രാമത്തിലെ കുടുംബത്തിൽ നിന്ന് വന്ന് ഉന്നത ബിരുദങ്ങൾ അണിഞ്ഞ സാമ്പത്തിക വിദഗ്ധൻ. സ്വന്തം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പുറത്തുവിടാൻ മടിക്കുന്നവർക്കും ഗീർവാണ പ്രസംഗമാണ് വലിയ മിടുക്കെന്ന് കരുതുന്ന വെറും സാധാ രാഷ്ട്രീയക്കാർക്കും മുന്നിൽ മൻമോഹൻ തികച്ചും വ്യത്യസ്തനായിരുന്നു. അംഗീകാരത്തിന്റെ നെറുകയിൽ വിരാജിക്കുമ്പോഴും അഹങ്കാരം ബാധിക്കാത്ത അദ്ദേഹത്തിന് ലോകം അനുഭവം കൊണ്ട് ചാർത്തി കൊടുത്ത ഒരു പദവിയുണ്ട്. ആ വിനയത്തിന്റെ തലപ്പാവ്